തനിക്ക് എന്നെ പേടിയാണോ? ഡ്രൈവിംഗിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ വിഷ്ണു ജാനിയോട് ചോദിച്ചു. എന്തെങ്കിലുമായി തുടങ്ങി വെച്ചാലേ തന്നോടുള്ള അവൾക്കുള്ള അകൽച്ച മാറുമെന്ന് അവനറിയാം. അവൻ ചോദിച്ചത് അവൾ കേട്ടിരുന്നു എങ്കിലും ഒന്നും മിണ്ടാതെ പുറത്തെ കാഴ്ചകളിലേക്ക് അവൾ ശ്രദ്ധ കൊടുത്തു. പറയാതെ ഊഹിച്ചൂടെ എന്ന മട്ടിലാണ് അവളുടെ ഇരിപ്പ്. ഡോ, തന്നോടാ ചോദിക്കുന്നത്. വിഷ്ണുവിന്റെ ശബ്ദം കൂടിയതും പുറത്തെ നോട്ടം മാറ്റിവെച്ച് അവൾ വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി. തനിക്ക് എന്നെ പേടിയാണോന്ന്? ആ, അല്ല. അവൾ പരിഭ്രമിച്ചുകൊണ്ട് തലയാട്ടി. എന്റെ കൊച്ചേ, നിന്നെ ഞാൻ വിഴുങ്ങത്തൊന്നുമില്ല. എന്തിനാ എന്നെ പേടിക്കുന്നത്? കാർ ഒരു സൈഡിലേക്കായി നിർത്തിക്കൊണ്ട് അവൻ അവളെ നോക്കി. അവന്റെ നോട്ടത്തിൽ അലിഞ്ഞില്ലാതാവുന്നത് പോലെ തോന്നി അവൾക്ക്. ആദ്യമായാണ് തന്നോട് ഇത്ര മൃദുവായി സംസാരിക്കുന്നതെന്നവൾ ചിന്തിച്ചു. ഒരു നേരം അവനെ തന്നെ നോക്കിക്കാണുകയാണ് ജാനി. അവന്റെ ചുണ്ടിൽ വിരിയുന്ന ചെറുപുഞ്ചിരിയും കണ്ണുകളിൽ കാണുന്ന പ്രത്യേക ഭാവവുമെല്ലാം അവൾക്ക് പരിചിതമല്ലാത്തവയായിരുന്നു. ഹോയ്! തന്നിലേക്ക് നോട്ടം എഴുതി നിൽക്കുന്നവളെ അവൻ ഞൊട്ടി വിളിച്ചു. ആ! ഒരു ഞെട്ടലോടെ അവൾ തലചരിച്ചു. പെടുന്നനെ അവൾ പുറത്തേക്ക് നോക്കുകയും ചെയ്തു. അവൾക്കെന്തോ അവനെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല. അവന്റെ ഈ ഭാവം അവളെ വല്ലാതെ തളർത്തുന്നുണ്ട്. വേദനകൾ മാത്രം സമ്മാനിച്ച ഒരാളിൽ നിന്നും പെട്ടെന്നുള്ള ഒരു മാറ്റം അവൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുപോലെ. അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ ഉദ്ദേശം വച്ചായിരിക്കുമോ ഈ സ്നേഹപ്രകടനം? ഒരിക്കൽ ഇതേപോലെ സുധിയേട്ടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ഒരുനാൾ നല്ലവനായി തന്നോടും മീരേച്ചിയോടും സ്നേഹത്തിൽ പെരുമാറിയ ദിനങ്ങൾ. അന്ന് ഞങ്ങൾ രണ്ടുപേരും സന്തോഷിച്ചിരുന്നു. പക്ഷേ ആ സന്തോഷങ്ങൾക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. സുധിയേട്ടന്റെ സ്നേഹപ്രകടനത്തിന് മറ്റൊരു ഉദ്ദേശമുണ്ടായിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലായത്. അതുപോലെ തന്നെയായിരിക്കും ഇദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള പെട്ടെന്നുള്ള മാറ്റം. മോഹിക്കരുത്. മോഹിച്ചാൽ ചിലപ്പോൾ വേദനിക്കേണ്ടി വരും. പുറത്തേക്ക് നോക്കി അവൾ ഓരോ കാര്യങ്ങൾ മനസ്സിൽ കോർത്തുവച്ചു. ഒപ്പം വിഷ്ണു എന്ന ഒരാൾ തന്റെ അടുത്തിരിക്കുന്നു എന്ന് പോലും അവൾ ചിന്തിക്കുന്നില്ല. ഇതേ സമയം വിഷ്ണു അവളെ തന്നെ നോക്കിക്കാണുകയാണ്. തന്നെ ഒന്ന് നോക്കുന്നു പോലുമില്ല. ചിലപ്പോൾ പെട്ടെന്നുള്ള എന്റെ മാറ്റത്തിന് കാരണം ആലോചിക്കുകയായിരിക്കും. അല്ലെങ്കിൽ എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാകില്ല. വേദനയോടെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്കെടുത്തു. കോളേജ് എത്തുന്നതുവരെ പിന്നെ അവൻ ഒന്നും സംസാരിക്കാൻ നിന്നില്ല. അവളാണെങ്കിൽ പുറത്തുനിന്ന് നോട്ടം മാറ്റുകയും ചെയ്തില്ല. കുറച്ചു നേരത്തെ ഓട്ടത്തിന് ശേഷം കോളേജിന്റെ ഗേറ്റിന്റെ മുന്നിലായി കാർ വന്ന് നിർത്തി. കാർ നിന്നതും ജാനി വിഷ്ണുവിനെ നോക്കി. ഇതാണ് കോളേജ്, അവൻ മുഖത്തോട് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ജാനി കാറിൽ നിന്ന് തന്നെ കോളേജിനെ നോക്കി. പ്രൈവറ്റ് കോളേജാണ്. അതിന്റെ തലയെടുപ്പുമുണ്ട്. പണച്ചാക്കുകളുടെ മക്കളായിരിക്കും ഇവിടെ പഠിക്കുന്നത്. അതിന്റെ ഇടയിൽ ഞാൻ. ജാനിക്ക് സ്വയം പുച്ഛം തോന്നി. വേണ്ടായിരുന്നു എന്ന് തോന്നി. ഇവിടെയും താൻ വാക്കുകൾ കൊണ്ട് മുറിവേൽക്കുമോ? തന്റെ ഇല്ലായ്മ അറിഞ്ഞാൽ വീണ്ടും ഒറ്റപ്പെടുമോ? ഇറങ്ങുന്നില്ലേ? കോളേജിലേക്ക് നോക്കിക്കൊണ്ട് എന്തോ ചിന്തയിൽ ആഴ്ന്നിരിക്കുന്ന അവളെ വിഷ്ണു വിളിച്ചു. ഒപ്പം അവളുടെ നോട്ടത്തിന്റെ അർത്ഥവും അവൻ മനസ്സിലാക്കിയിരുന്നു. വരുമ്പോഴുണ്ടായിരുന്ന ഉത്സാഹം കോളേജ് കണ്ടപ്പോൾ തകർന്നടിയുന്നത് അവൻ കണ്ടു. അല്ലെങ്കിലും ജാനി ആർഭാടം ആഗ്രഹിക്കുന്നില്ലെന്ന് കുറച്ചു ദിവസത്തെ പരിചയം കൊണ്ട് തന്നെ അവൻ മനസ്സിലാക്കിയിരുന്നു. അവൾ അവനെ നോക്കിക്കൊണ്ട് ഒന്ന് മൂളി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഒപ്പം തന്നെ വിഷ്ണുവും ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു. തന്റെ നമ്പർ തന്നേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാലോ, അവൻ അവളോട് ചോദിച്ചു. അവൾ വേഗം തന്നെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. ഒപ്പം കോളേജിലേക്ക് നോട്ടം പായിക്കുകയും ചെയ്തു. പുതിയ സ്റ്റുഡന്റ് ആയതുകൊണ്ട് റാഗിംഗ് ഉണ്ടാവും. വെറുതെ കണ്ണീരൊലിപ്പിച്ച് നിൽക്കരുത്. എന്റെ നമ്പർ സേവ് ചെയ്തോളൂ. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം, അവൻ ജാനിയോട് പറഞ്ഞുകൊണ്ട് അവളുടെ ഫോൺ വാങ്ങി നമ്പർ സേവ് ചെയ്ത് കൊടുത്തു. പിന്നെ എന്താ? അവൻ അവളോട് ഒന്നും സംസാരിക്കാൻ വിഷയം കിട്ടിയില്ല. ആ, വൈകുന്നേരം ഞാൻ പിക്ക് ചെയ്യാൻ വരും. ഞാൻ പോകട്ടെ? അവൾ തലയാട്ടിക്കൊണ്ട് മൂളി. അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കാറിലേക്ക് കയറി അവിടെ നിന്ന് വിട്ടു. അവൻ പോകുന്നത് നോക്കി അവൾ അവിടെ തന്നെ നിന്നു. ഒപ്പം കോളേജിന്റെ ഗേറ്റിന്റെ മുന്നിലേക്കായി അവൾ വന്നു നിന്നു. അവൾ ദീർഘശ്വാസം വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അപ്പോഴും അവളുടെ മനസ്സിൽ ഒരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയും വേദന തരില്ലേ കണ്ണാ എന്ന്. കോളേജിന്റെ ഗേറ്റും കടന്ന് അവൾ മുന്നോട്ടേക്ക് നടന്നു. പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല, വിശാലമായ ഒരു ക്യാമ്പസ് തന്നെയാണ്. പ്രകൃതിയാണ് ഈ ക്യാമ്പസിന് കൂടുതൽ ഭംഗിയേകുന്നത് എന്ന് അവൾക്ക് തോന്നി. മരങ്ങളും പച്ചപ്പും കിളികളുടെ നാദവുമെല്ലാം മനസ്സിന് കുളിർമയേകുന്നു. അവൾ ഓരോന്ന് നോക്കിക്കണ്ട് മുന്നോട്ടേക്ക് നടന്നു. ക്ലാസ് തുടങ്ങി 2 ആഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടിട്ടുണ്ടാകും. തനിക്കായിരിക്കും എല്ലാത്തിനും പുതുമ ഉണ്ടായിരിക്കുക. എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് അവൾക്ക് അറിയുന്നില്ല. ക്യാമ്പസിന്റെ ഓരോ ഭാഗത്തായി നിൽക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടങ്ങളുടെ നോട്ടം തന്നിലേക്ക് തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഉള്ളിലേറി വരുന്ന ഭയത്തോടെ അവൾ ചുവടുകൾ വേഗത്തിലാക്കി. ഗേറ്റ് കടന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട് കോളേജിന്റെ മുന്നിലേക്ക് എത്താൻ. അത്രയും വിശാലമായതാണ് അവിടുത്തെ ക്യാമ്പസ്. ഹലോ, ഒന്ന് നിന്നേ. പെട്ടെന്ന് പുറകിൽ നിന്നുള്ള ശബ്ദം കേട്ടാണ് അവൾ നിന്നത്. തന്റെ അടുത്തൊന്നും ആരുമില്ല.
അപ്പോൾ തന്നെയാണ് വിളിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. കുറച്ചുപേർ തൻ്റെ അടുത്തേക്ക് വരുന്നു. അവൾ വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവരെ നോക്കി നിന്നു. ഒപ്പം ഭയം അരിച്ചു കയറുന്നതും അവൾ അറിയുന്നുണ്ട്. പുതിയ സ്റ്റുഡൻ്റാണോ? വന്ന കൂട്ടത്തിൽ നിന്നും മുന്നിലായി നിന്ന ഒരുത്തൻ ചോദിച്ചു. ആ. എന്താ പേര്? മറ്റൊരുത്തൻ ചോദിച്ചു. ജാനകി. ഏതാ സബ്ജക്റ്റ്? വീണ്ടും ആ കൂട്ടത്തിൽ നിന്ന് ചോദ്യമുയർന്നു. MA ഇംഗ്ലീഷ്. എന്താടാ ഇവിടെ? പെട്ടെന്ന് ഗാംഭീര്യമാർന്ന ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കി. ഡാ നിരഞ്ജൻ, ആ കൂട്ടത്തിൽ നിന്ന് കൈ ചൂണ്ടി ഒരുത്തൻ പറഞ്ഞു. ഇവൻ എപ്പോ വന്നു? ഇവന്റെ സസ്പെൻഷൻ കഴിഞ്ഞോ? അവന്റെ വരവ് ഇഷ്ടപ്പെടാതെ ഒരുത്തൻ പറഞ്ഞു. കഴിഞ്ഞിട്ടുണ്ടാകും, അതല്ലേ ഇവിടെ കാണുന്നത്. ഇനി എന്തൊക്കെ പുകിലാണാവോ ഉണ്ടാകുന്നത്. എന്താ ഇവിടെ? എന്തിനാ ഈ കുട്ടിയെ തടഞ്ഞു വെച്ചത്? ജാനിയെ നോക്കിക്കൊണ്ട് നിരഞ്ജൻ ആ കൂട്ടത്തിലുള്ളവരോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, പുതിയ ഒരാളെ കണ്ടപ്പോൾ എന്താ എങ്ങനെ എന്നറിയാൻ, പതുങ്ങിയുള്ള ശബ്ദത്തോടെ കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞു. ഇതേ സമയം രണ്ടുപേരുടെയും സംഭാഷണം കേട്ട് പേടിച്ചു വിറച്ചു നിൽക്കുകയാണ് ജാനി. തന്നോട് അടുത്തു വന്ന കൂട്ടം ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അടങ്ങി നിന്നത് അവൾ ശ്രദ്ധിച്ചു. എന്നിട്ട് പരിചയപ്പെട്ടോ? ജാനിയെയും കൂടി ഒന്ന് നോക്കിയാണ് അവൻ ചോദിക്കുന്നത്. ആ, പരിചയപ്പെട്ടു. അവന്റെ ഓരോ ചോദ്യങ്ങളും ഇഷ്ടപ്പെടാതെ കൂട്ടത്തിലുള്ള ഓരോരുത്തരായി അതിനുള്ള ഉത്തരം നൽകി. സസ്പെൻഷൻ കഴിഞ്ഞു വന്നവനാ, ഇനി എന്താ ചെയ്യുകയെന്ന് പറയാൻ കഴിയില്ല. എന്നാ വിട്ടോ. അവൻ പറഞ്ഞതും ആ ഒരു കൂട്ടം വേഗം അവിടെ നിന്നു സ്ഥലം കാലിയാക്കി. അവർ പോയിക്കഴിഞ്ഞതും നിരഞ്ജൻ ജാനിയെ നോക്കി. ഏതാ ഡിപ്പാർട്ട്മെന്റ്? കനത്തിൽ തന്നെയായിരുന്നു അവന്റെ സംസാരം. MA ഇംഗ്ലീഷ്. ദേ സ്ട്രൈറ്റ് ദെൻ റൈറ്റ്. അവൻ കൈ ചൂണ്ടിക്കൊണ്ട് അവൾക്ക് പറഞ്ഞുകൊടുത്ത് അവൻ അവിടെ നിന്ന് പോയി. അവൻ പോയതും അവൾ ആശ്വാസത്തോടെ മുന്നോട്ടേക്ക് നടന്നു. ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തേക്ക് എത്തിയതും പുറകിൽ നിന്ന് ജാനി എന്നൊരു വിളിയാണ് ജാനി കേൾക്കുന്നത്. പരിചയമില്ലാത്ത സ്വരം കേട്ടതും ജാനി തിരിഞ്ഞു നോക്കി. തന്നെയാണോ വിളിച്ചത് എന്ന് സംശയത്തോടെയാണ് അവളുടെ തിരിഞ്ഞുനോട്ടം. തോളിൽ നിന്ന് ഊർന്നു വീഴുന്ന ബാഗ് നേരെയാക്കിക്കൊണ്ട് ഓടിക്കിതച്ചു വരികയാണ് ഒരു പെൺകുട്ടി. ജാനിയുടെ നേർക്കാണ് ആ പെൺകുട്ടിയുടെ ധൃതി പിടിച്ചുള്ള ഓട്ടം. ജാനിയുടെ അടുത്തെത്തിയതും കിതപ്പടപ്പിക്കൊണ്ട് അവൾ ജാനിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പരിചയമില്ലാത്ത മുഖമാണെങ്കിലും ജാനിയും തിരിച്ചു പുഞ്ചിരിച്ചു. ഒപ്പം എവിടെയെങ്കിലും ഈ മുഖം കണ്ട ഒരു ഓർമ്മയുണ്ടോ എന്നവൾ ആലോചിക്കുകയും ചെയ്തു. തനിക്ക് എന്നെ അറിയില്ല. ജാനിയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ പെൺകുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ എങ്ങനെയാ? എന്റെ പേര്? സംശയത്തോടെ ജാനി അവളെ നോക്കി. കണ്ണേട്ടന്റെ പെണ്ണിനെ എനിക്കറിയാതിരിക്കുമോ? ഞാൻ മാനസ. തനിക്ക് എന്നെ പരിചയമില്ലെങ്കിലും എനിക്ക് തന്നെ നല്ലതുപോലെ അറിയാം. നേരിട്ട് നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടിയില്ല എന്നേയുള്ളൂ. ദേവനങ്കിൾ എന്നോട് പറഞ്ഞിരുന്നു ഇന്നു മുതൽ ജാനി ക്ലാസ്സിന് വരുന്നുണ്ടെന്ന്. അച്ഛനെ എങ്ങനെയാ? കണ്ണേട്ടന്റെ. ബാക്കി പറയാൻ വേണ്ടി അവൾക്ക് വല്ലാതെ തോന്നി. അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന പദവി എത്ര നാളത്തേക്ക് എന്ന് വെച്ചാ? പറയാൻ ഒരുപാടുണ്ട്. വാ, ക്ലാസ്സിലേക്ക് പോകാം. ഞാനും തൻ്റെ അതേ ഡിപ്പാർട്ട്മെന്റാണ്. മാനസ ജാനിയുടെ കൈയും പിടിച്ച് മുന്നോട്ടേക്ക് നടന്നു. ജാനിയും അവളുടെ പിറകെ വച്ചു പിടിച്ചു. ഒപ്പം മാനസയെക്കുറിച്ചുള്ള സംശയങ്ങളും അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒന്നിനും ഉത്തരമില്ലെങ്കിലും സ്വയം എല്ലാത്തിനും ഉത്തരം ചികയുകയായിരുന്നു. കണ്ണേട്ടന്റെ ബന്ധത്തിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എന്നെ മനസ്സിലാകില്ലല്ലോ. പക്ഷേ ഈ മുഖം ആ വീട്ടിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ആലോചനയോടെ മാനസയുടെ പുറകെ നടന്ന് ക്ലാസ്സിലെത്തിയത് അവൾ അറിഞ്ഞില്ല. പുതിയ സ്റ്റുഡന്റ് ക്ലാസ്സിലേക്ക് വന്നതും എല്ലാ കോഴികളും തലപൊക്കി നോക്കുന്നുണ്ട്. അമ്മാതിരി ഗ്ലാമറാണേ പെണ്ണ്. തന്നെ നോക്കി നിൽക്കുന്നവരെ കണ്ടപ്പോൾ ജാനിക്ക് വല്ലാതെ തോന്നി. പുതിയൊരു ജീവിയെ കണ്ടതുപോലെ. ആ നോട്ടമാണ് സഹിക്കാൻ കഴിയാത്തത്. പെരുവിരൽ മുതൽ നോട്ടം തുടങ്ങുന്നുണ്ട്. മാനസ മറ്റൊന്നും ശ്രദ്ധിക്കാതെ ജാനിയെയും കൂട്ടി പിറകിലുള്ള സീറ്റിലേക്ക് ഇരുന്നു. മസു, ഇതാണോ നീ പറഞ്ഞ ആള്? ജാനിയെയും കൊണ്ടിരുത്തിയ സീറ്റിൽ മറ്റൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ആദിത്യ. മാനസയുടെ ആദി. ഡിഗ്രി തൊട്ടേ രണ്ടുപേരും ഒരുമിച്ചാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാനിയെക്കുറിച്ച് ഒരു ഏകദേശ രൂപം ആദിക്ക് മാനസ പറഞ്ഞു കൊടുത്തിരുന്നു. ആടാ, ഇതാണ് എൻ്റെ കണ്ണേട്ടൻ്റെ വൈഫ് ജാനകി, നമ്മുടെ ജാനി. ജാനിയുടെ തോളിലേക്ക് കൈയിട്ടുകൊണ്ട് അവളെ തന്നോട് അടുപ്പിച്ചു മാനസ ആദിയോട് പറഞ്ഞു. ഹായ്, ഞാൻ ആദിത്യ. ആദി എന്ന് സ്വയം ജാനിക്ക് അവളെ പരിചയപ്പെടുത്തി കൊടുത്തു. ജാനി അവളെ നോക്കി പുഞ്ചിരിച്ചു. ഒരുപാട് ചോദ്യങ്ങളും അവളിലേക്ക് കടന്നു വരികയും ചെയ്തു. വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം, പക്ഷേ വെളിച്ചപ്പാടിന് ആരെയും അറിയില്ല എന്ന പോലെയായി തൻ്റെ കഥയെന്ന് ജാനി ഓർത്തു. ഒപ്പം മാനസയുടെയും ആദിയുടെയും കൂട്ട് അവൾക്ക് മുഷിപ്പില്ലാത്തതാക്കി. ഇവിടെ വരുമ്പോൾ ഉണ്ടായ മനസ്സിൻ്റെ സങ്കോചം ഒന്നും ഇപ്പോൾ ഇല്ല. അവൾ മനസ്സുകൊണ്ട് അവിടം പൊരുത്തപ്പെട്ടു പുതിയ കൂട്ടുകെട്ടോട്. ദേ, അവരെത്തിയെന്ന് തോന്നുന്നു. വീടിൻ്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ജിതിയും സുധിയും വീണ്ടും മായയെ തിരക്കി അവളുടെ വീടിൻ്റെ മുന്നിലേക്ക് വന്നതായിരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ അവൾ വരുമെന്ന് വിവരം ലഭിച്ചാണ് അവർ ഇന്നിവിടെ വന്നത്.
രണ്ടുപേരും ബൈക്കിൽ നിന്ന് ഇറങ്ങി മായയുടെ വീടിൻ്റെ മുൻവശത്തായി വന്നു നിന്നു. വീടിൻ്റെ വാതിൽ മലർക്കെ തുറന്നിട്ടുണ്ട്. എന്നാലും അവർ റിംഗ് ബെല്ലിൽ അമർത്തി. അല്പസമയം കഴിഞ്ഞതും അകത്തുനിന്ന് ഒരാൾ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നയാളുടെ മുഖഭാവം വിളിച്ചോതുന്നുണ്ടായിരുന്നു വന്നത് അറിയാത്ത ആളുകളാണെന്ന്. ആരാ? എന്താ? വന്നപാടെ അവൻ ചോദിച്ചു. ഇത് മായയുടെ വീടല്ലേ? സുധി മായയുടെ വീടാണോന്ന് അന്വേഷിച്ചതും അകത്തുനിന്ന് വന്നവൻ്റെ മുഖം പെടുന്നനെ മാറി. മറ്റൊന്നുമല്ല, കാരണം മായയും ശരത്തും ഇവിടെ പേര് മാറിയാണ് താമസിക്കുന്നത്. മായ? ശരത്ത് എന്തോ പറയാൻ വന്നതും അകത്തുനിന്ന് മായ വന്നതും ഒരുമിച്ചായിരുന്നു. ആരാ ശരത്? മായ മുന്നോട്ടേക്ക് വന്നു. ഞാൻ സുധീന്ദ്രൻ, ഇതെൻ്റെ ഫ്രണ്ട് ജിതിൻ. ഞങ്ങൾ മായയുടെ ഒരു ഹെൽപ്പ് ചോദിക്കാനാണ് ഇവിടേക്ക് വന്നത്. ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. നിങ്ങളിവിടെ പേര് മാറി താമസിക്കുന്നതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ പേടിക്കേണ്ട, ഞങ്ങൾ ആരോടും ഒന്നും പറയില്ല. സുധി അവരെക്കുറിച്ച് എല്ലാം അറിയാം എന്ന രീതിയോടെ തന്നെ അവരോട് സംസാരിച്ചു. മായയ്ക്കും ശരത്തിനും പിന്നെ മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിച്ചു. ഒപ്പം രണ്ടുപേർക്കും മനസ്സിന് നല്ല പേടിയും ഉണ്ടായിരുന്നു. എനിക്ക് മായയുടെ ഒരു ഹെൽപ്പ് വേണം. ഒരാളെ തകർക്കണം. മറ്റാരെയുമല്ല, തനിക്ക് അറിയുന്ന ഒരാൾ തന്നെയാണ്. മനക്കൽ വിഷ്ണുദത്തനെ. മായയും വിഷ്ണുവും ഡൈവോഴ്സ് ആയിട്ടില്ലെന്ന് ഞാൻ അറിഞ്ഞു. വിഷ്ണു വേറൊരു കല്യാണം കഴിച്ചത് അറിഞ്ഞിരുന്നോ? ചോദ്യത്തോടെ സുധി രണ്ടുപേരെയും നോക്കി. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? സുധി പറഞ്ഞതൊന്നും ഇഷ്ടപ്പെടാതെ മായയുടെ ഭാഗത്തു നിന്ന് ചോദ്യം വന്നു. ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടി കൂടിയാ പറയുന്നത്. നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ നിന്നാൽ ആയുഷ്കാലം ജീവിക്കേണ്ടത് നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തരാം. ഒന്നും പറയാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം. പിന്നെ ഞാനും മനക്കലെ വിഷ്ണുദത്തനും ഡൈവോഴ്സ് ആയിട്ടില്ലെന്ന് ആര് പറഞ്ഞു? ചോദ്യത്തോടെ മായ സുധിയെ കൂർപ്പിച്ചു നോക്കി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊച്ചിനെയാ ഞാനവന് കെട്ടിച്ചു കൊടുത്തത്. ആ സമയം ഞാൻ അന്വേഷിച്ചിരുന്നു നീയും അവനുമായുള്ള ഡിവോഴ്സ് നടന്നിരുന്നോ എന്ന്. സുധി അവളുടെ ചോദ്യത്തിന് മറുപടി നൽകി. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിയമപരമായി ഞങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ് ആയിട്ടില്ല. പക്ഷേ ഇനിയും അയാളുടെ ജീവിതത്തിലേക്ക് ഒരു കടന്നുചെല്ലൽ എനിക്കില്ല. മനസ്സുകൊണ്ട് ഞാൻ അയാൾക്ക് ഡിവോഴ്സ് കൊടുത്തു. നിങ്ങളിപ്പോൾ ചിന്തിക്ക്, ഞങ്ങൾ നാളെ വരാം. ഇങ്ങനെ പേടിച്ച് ഓരോരോ സ്ഥലത്തായി ജീവിക്കണോ അതോ ആയുഷ്കാലം മുഴുവൻ ജീവിക്കേണ്ടത് വാങ്ങി സ്വസ്ഥമായി ജീവിക്കണോ എന്ന് രണ്ടുപേരും തീരുമാനിക്കൂ. ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാണ്. സുധി രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ജിതിയെയും വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നടക്കുമോ എന്തെങ്കിലും? പോകുന്നതിനിടയിൽ ജിതി സുധിയോട് ചോദിച്ചു. നടത്തിയെടുക്കാൻ ഈ സുധിക്ക് അറിയാം. 2 ദിവസം ഞാനിവിടെ അലഞ്ഞു തിരിഞ്ഞത് രണ്ടിനെയും പറ്റി അന്വേഷിക്കാനാണ്. അവർക്കെതിരെയുള്ള തുറുപ്പുചീട്ട് എൻ്റെ അടുത്തുണ്ട്. സമ്മതിച്ചില്ല എന്ന് വന്നാൽ ആ തുറുപ്പുചീട്ട് ഞാൻ ഇറക്കും. ക്രൂരമായ പുഞ്ചിരിയോടെ സുധി ജിതിയെ നോക്കി, എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട്. നീ എന്താ ആലോചിക്കുന്നത്? അവന്മാർ പറയുന്നത് അനുസരിക്കാനാണോ നിന്റെ ഉദ്ദേശം? ജിതിയും സുധിയും അവിടെ നിന്ന് ഇറങ്ങിയതും ശരത് മായയോട് ചോദിച്ചു. ഇതേ സമയം മായ എന്തോ ആലോചനയിൽ മുഴുകിയിരിക്കുകയാണ്. നീ എന്ത് വിഡിത്തമാ ശരത് പറയുന്നത്? എന്ത് അവകാശത്തിൻ്റെ മുകളിലാ ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോകേണ്ടത്? മനക്കലെ വിഷ്ണുദത്തൻ ആരാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ടല്ലോ. ഇപ്പോൾ വന്നവന് മനക്കലെ വിഷ്ണുദത്തനെ അറിയില്ല. ഇന്നും നമ്മൾ രണ്ടുപേരും ഇവിടം വരെ എത്തിയത് എന്തുകൊണ്ടാണെന്ന് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. മാറി മാറി എത്ര ഇടങ്ങളിൽ നമ്മൾ താമസിച്ചു. എവിടെയെങ്കിലും നമ്മൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചോദ്യത്തോടെ മായ ശരത്തിനെ നോക്കി. അതെ, നീ പറയുന്നത് ശരി തന്നെ. പക്ഷേ നീ ഏതോ ചിന്തയിലിരിക്കുന്നത് കണ്ടു ഞാൻ ചോദിച്ചു പോയതാ. സന്ദർഭം അനുയോജ്യമാക്കാൻ ശരത് മായയുടെ അടുത്തേക്കിരുന്നു. മായയെ പിണക്കുന്നത് ബുദ്ധിയല്ല എന്ന് അവനറിയാം. ഇപ്പോഴും എനിക്ക് അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയാ. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നമുക്ക് രണ്ടാൾക്കും സമാധാനമുണ്ടായിട്ടുണ്ടോ? ഇപ്പോഴാ കുറച്ച് ആശ്വാസം തോന്നുന്നത്. അതിനിടയിൽ ഓരോരുത്തർ വന്ന് ഓരോന്ന് പറഞ്ഞിട്ട് പോകും. മനക്കലെ വിഷ്ണുദത്തനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഈ വിധി വരില്ലായിരുന്നു. പഴയ കാര്യങ്ങളിലേക്ക് മായ തിരിഞ്ഞു നോക്കി. അവൾ ചെയ്തു കൂട്ടിയതും പ്രവർത്തിച്ചതുമെല്ലാം. അവസാനം തനിക്ക് കിട്ടിയത് പെരുവഴി. മായ സ്വയം പുച്ഛിച്ചു. അന്ന് അഹങ്കരിച്ച് മനക്കൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല പിറകെ മനക്കൽ വിഷ്ണുദത്തൻ്റെ പണി ഉണ്ടാകുമെന്ന്. അവനെ ചതിച്ചതിനുള്ള കൂലി അടുത്ത ദിവസം തൊട്ട് കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ബാക്കി പത്രം എന്നോണം ദാ ഇവിടെ കണ്ണൂരും എത്തി. ഇനി എന്നാണാവോ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ടത്? മായയുടെയും ശരത്തിൻ്റെയും മനസ്സിലേക്ക് പലതും കടന്നുവന്നു. അതിൽ കൂടുതലും ഉണ്ടായിരുന്നത് പേടിപ്പെടുത്തുന്ന ഓർമ്മകളായിരുന്നു.